ഈസ്റ്റർ ഒക്ടോബറിൻ്റെ കാലത്ത് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എന്നെ സുവിശേഷമാക്കണമേ, എന്നെ സുവിശേഷം ഏകാനുള്ള അപ്പോസ്തലനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാനുള്ള സ്വർഗത്തിൻ്റെ അടയാളമാക്കി നിന്നെ മാറ്റും. അങ്ങനെയാണ് പണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണേ കർത്താവേ, എന്നിലൂടെ അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കടലിൽ പോവുക. 10 കൊല്ലം ഞാൻ കടലിൽ പോയിട്ടുണ്ട്. കടലൊക്കെ ഉള്ള ആൾക്കാരെ ബോട്ടിൽ കയറി കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതേ നമ്മൾ അൾത്താരയിൽ മാത്രം ഒരു ആചാര അനുഷ്ഠാന വിഷയമാക്കിയിട്ട് ഈ സഭ 4000 കൊല്ലം ഇവിടെ ജീവിച്ചിട്ടും നമുക്ക് സഭയെ വളർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം അത് നമുക്ക് വിശ്വാസ ജീവിതത്തിന് അനിവാര്യ ഘടകമാണ്. ആഹാരം പോലെയാണ് ആരാധനക്രമം. പക്ഷേ അതേസമയം തന്നെ ആഹാരം കഴിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നാൽ കൊളസ്ട്രോൾ പിടിക്കത്തില്ലേ? ആരും കഴിക്കുന്നത് വ്യായാമം എടുക്കണ്ടേ? ആ പണിയെടുക്കണം. എന്ത് പണിയെടുക്കണം? കർത്താവിനെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അങ്ങനെ സഭയിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് ആൾക്കാരറിയണത് സഭ ക്രിസ്തുവിൻ്റെ കൂദാശയാണെന്നൊക്കെ പറഞ്ഞ് എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് സെമിനാർ നടത്താൻ എളുപ്പമാണ്. പക്ഷേ കൂദാശയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്ത ദൈവപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമായിട്ട് നമ്മൾ മാറണമെങ്കിൽ സഭയിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതെന്ന് മറ്റവർക്ക് മനസ്സിലാകണം.